രാവിലെ തന്നെ റെഡിയായിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്കാണെന്നല്ലേ? വാ പറയാം. ഇന്ന് ഞങ്ങളുടെ ചങ്ക് ബ്രോ ചന്ദ്രുവിൻ്റെ പുതിയ സ്റ്റുഡിയോയുടെ ഇനാഗുറേഷനാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ റെഡിയായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലത്ത് അഞ്ചലിലാണ് സ്റ്റുഡിയോ എന്ന് കേട്ടപ്പോഴേ ഞാനും എൻ്റെ ബൈക്ക് റെഡിയായിരുന്നു ഒരു ബൈക്ക് റൈഡിനായിട്ട്. പക്ഷേ പൊതുവേ ബൈക്ക് റൈഡുകളിൽ പെട്ടെന്ന് മുഷിയുന്ന അമൽമോന് ഇത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് ആകാശമൊക്കെ ഇരുണ്ടുകൂടി ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചെങ്കിലും വന്ന പോലെ തന്നെ ആ മഴ അങ്ങ് പോയപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി. നേരത്തെ വന്ന് അളിയനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അളിയൻ്റെ പൊടി പോലും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇവൻ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം. നല്ല ചൂട് മസാല ദോശയും അതുപോലെ അപ്പവും മീൻകറിയൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഫുഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയേണ്ടി വരും. ഫീൽ ദ ഫീറ്റ്സ് എന്നാണ് ആളുടെ സ്റ്റുഡിയോയുടെ പേര്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് ചുവരിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, വാൾ ആർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തേക്കുന്നത് ചന്ദ്രുവും അവൻ്റെ ഫ്രണ്ടുമാണ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഷൂസ് ഇടാൻ പാടായതുകൊണ്ട് അവിടെ ഇരുന്ന് ചന്ദ്രുവിൻ്റെ ഫ്രണ്ടിൻ്റെ ചെരുപ്പിട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അത് കണ്ട് എന്നെ കളിയാക്കുകയാണ് അവൻ. നയനയ്ക്കും വിനുഷയ്ക്കും ഇന്നൊരു ക്ലാസിക്കലിൻ്റെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തതാണ് ആൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഇന്ന് ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരെ ആദരിക്കാനായിട്ട് മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനേക്കായിട്ട് സാധനങ്ങൾ മേടിക്കാനാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. അടുത്തായിട്ട് ഡാൻസ് ഷോക്കേസ് റൗണ്ടാണ്. ഇവിടെ ആളും ആളുടെ സ്റ്റുഡൻസും ആളുടെ ഫ്രണ്ട്സും ഒക്കെ ഡാൻസ് ഷോക്കേസ് ചെയ്യുന്ന ടൈമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് വീഡിയോ എനിക്ക് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് റീലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കാനായിട്ട് പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി ഫുഡ് എൻജോയ് ചെയ്തു. ഞാനും ചന്ദ്രു ഒരുമിച്ച് ബൈക്ക് എടുക്കാനിരുന്നതായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. അതും ഡ്യൂക്ക്. അവൻ 250, ഞാൻ 390. പക്ഷേ പിന്നെ കുറേ കാര്യങ്ങൾ മാറി ഞാൻ GS തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ തുരുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതും കൂടെ കാണാവുന്നതാണ്. പക്ഷേ ഞാൻ ബൈക്ക് എടുത്തതിന് ശേഷം ഇവൻ ഇതുവരെ ഇത് ഓടിക്കാനുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ആ ശുഭമുഹൂർത്തം. ആൾ ബൈക്ക് ഓടിക്കാൻ പോവാണ് എൻ്റെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോയി. ഈവനിങ് ടൈം അടിപൊളി ഒരു സ്ഥലമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സ്ട്രീറ്റിൽ ഞങ്ങൾ ഇതുപോലെ ചായ കുടിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, വിശേഷങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് വീണ്ടും പോയി. സോ ഗൈസ്, ഫീൽ ദ ഫീറ്റ്സ് എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം അഞ്ചലിലാണ്. അപ്പോൾ അവരുടെ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഡാൻസ് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് അവരുടെ പേജ് ചെക്കൗട്ട് ചെയ്യാം, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.